മഹാനായ ഖുത്ബുൽ ആലം ശൈഖ് സിയം വലിയുല്ലാഹ് സുബ്ഹാനല്ലാഹ് അവർ ഇസ്ലാമിക ശരീഅത്ത് അനുസരിച്ച് ജീവിച്ചതുപോലെ ഈ ലോകത്താർക്കും കഴിയില്ല, ഈ കാലഘട്ടത്തിൽ കഴിയില്ല. അവിടുത്തെ സഹപാഠികൾ പറയുന്നത്, അവിടുത്തെ നാട്ടുകാര് പറയുന്നത്, ചെറിയ പ്രായം മുതൽ തന്നെ കറാഹത്ത് ചെയ്തില്ല. സുന്നത്തുകൾ ധാരാളമായി എടുത്ത മഹാനല്ലേ. നിസ്കാരത്തിലൊക്കെ വളരെ ശക്തമായി അവിടുന്ന് വളരെ സൂക്ഷ്മതയിൽ അവിടുന്ന് മുന്നോട്ട് പോയവരല്ലേ. പലപ്പോഴും അതാ സഹോദരങ്ങളെ സുന്നത്തിലായി മുന്നോട്ട് പോയവരല്ലേ, സുന്നത്തിലായി മുന്നോട്ട് പോയവരല്ലേ. ഒരാൾ അല്ലാഹുവിലേക്ക് അടുക്കാൻ ഏറ്റവും നല്ല മാർഗം എന്താണെന്നറിയുമോ? സുന്നത്ത് വർദ്ധിപ്പിക്കലാണ്. നിങ്ങൾ അറിയുമോ, മഹാനായ ജഅഫറുൽ ബർസഞ്ചി എന്ന് പറയുന്ന മഹാൻ പറയുകയാണ്, മറ്റൊന്ന് അവിടുന്ന് വിലായത്തിന്റെ മർത്തബയിലേക്ക് പ്രവേശിക്കാനുള്ള മറ്റൊരു കാരണം എന്താണെന്നറിയുമോ? ബദരീങ്ങളുടെ പേരുകൾ ധാരാളം പറയുകയാണ്, ധാരാളം ബദരീങ്ങളെ കുറിച്ച് പറയലാണ്. പ്രിയപ്പെട്ടവരെ, ബദരീങ്ങളുടെ നാമം ധാരാളം പറഞ്ഞു കഴിഞ്ഞാൽ സുബ്ഹാനല്ലാഹ് അല്ലാഹുവിലേക്ക് അടുക്കാൻ, വിലായത്തിന്റെ വഴിയിലേക്ക് അവിടുന്ന് പ്രവേശിക്കാൻ നല്ലൊരു വഴിയാണെന്നാണ് ജഅഫറുൽ ബർസഞ്ചി എന്ന് പറയുന്ന മഹാൻ അവിടുന്ന് പറയുന്നത്. മൂന്നാമത് മറ്റൊരു മാർഗം മഹാന്മാര് രേഖപ്പെടുത്തി വെക്കുന്നത് യാ വലിയു എന്ന് പറയുന്ന ദിക്റുണ്ടല്ലോ, അത് ധാരാളം ചൊല്ലണമെന്നാണ് പറയുന്നത്. യാ വലിയു യാ അല്ലാഹ്, അസ്മാഉൽ ഹുസ്ന, അസ്മാഉൽ ഹുസ്നയിലെ യാ വലിയു യാ അല്ലാഹ്, യാ വലിയു യാ അല്ലാഹ്. മലക്കുകളുടെ കൂട്ടത്തിൽപ്പെട്ട കറൂബീങ്ങളായ മലക്കുകളുണ്ട്, ഒരു വിഭാഗമുണ്ട്. ആ മലക്കുകളുടെ ദിക്റാണ്, ആ മലക്കുകൾ ധാരാളം ചൊല്ലുന്ന ഇസ്മാണ് യാ വലിയു യാ അല്ലാഹ്. മഹാന്മാര് പറയാണ്, വമൻ ദാവമ അലാ ദിക്രിഹി മുതഹഖിഖൻ ബിമഅനാഹു അല്ലദീ. പ്രിയപ്പെട്ടവരെ, യാ വലിയു യാ അല്ലാഹ് എന്ന് പറയുന്ന ആ ദിക്ർ, അത് നല്ല അതിന്റെ മഅനകളൊക്കെ ഉറപ്പിച്ചുകൊണ്ട് കൃത്യമായി ദായിമായി ഒരാൾ ചൊല്ലിക്കഴിഞ്ഞാൽ സുബ്ഹാനല്ലാഹ് സബത ഇൻദല്ലാഹി മഖാമിൽ വിലായത്തിൽ ഉലമാ. അവനതാ അത് അല്ലാഹുവിന്റെ അടുക്കൽ വിലായത്തിന്റെ മഖാമിലേക്ക് അവിടുന്ന് സ്ഥിരപ്പെടുമെന്നാണ് മഹാന്മാര് രേഖപ്പെടുത്തി വെക്കുന്നത്. ഇങ്ങനെ ധാരാളം വഴികളുണ്ട് അല്ലാഹുവിലേക്ക് അടുക്കാൻ. സഹോദരങ്ങളെ, അല്ലാഹുവിലേക്ക് അടുക്കാൻ ധാരാളം വഴികളുണ്ട്. അല്ലാഹു നമുക്ക് റബ്ബിലേക്ക് അടുക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. എന്തിനാ നമ്മൾ ദിക്ർ ചൊല്ലുന്നത്? എന്തിനാ നമ്മൾ നിസ്കരിക്കുന്നത്? എന്തിനാ നമ്മൾ നന്മകൾ ചെയ്യുന്നത്? അല്ലാഹു ഇഷ്ടപ്പെടാനാണ് റബ്ബേ, അല്ലാഹുവിലേക്ക് അടുക്കാനാണ്. പ്രിയപ്പെട്ട കൂട്ടുകാരെ, മറ്റൊരു ലക്ഷ്യം കൊണ്ട് ഒരു രക്ഷയും ഇല്ല. ഈ വഅദ് കേൾക്കുന്ന നമ്മൾ പറയുന്ന പാവപ്പെട്ട വിനീതനും കേൾക്കുന്നവരും നമ്മുടെയൊക്കെ മനസ്സിലെന്താ ഉള്ളത്? അല്ലാഹു ഇഷ്ടപ്പെടണം, അല്ലാഹു തൃപ്തിപ്പെടണം. ലോകത്ത് മറ്റൊരാളും ഇഷ്ടപ്പെട്ടത് കൊണ്ട് കാര്യമില്ല. അല്ലാഹു ഇഷ്ടപ്പെടാതെ ലോകത്ത് ആര് നമ്മളെ ഇഷ്ടപ്പെട്ടിട്ടും കാര്യമില്ല. അല്ലാഹുവിന്റെ ഇഷ്ടത്തോടെ ലോകർ ഇഷ്ടപ്പെടണം, അവിടെയാണ് നമ്മുടെ വിജയം. അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ ജീവിച്ചവരാണ്. അതല്ലേ മക്കാ മുശ്രിക്കീങ്ങൾ ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുന്നിലേക്ക് വന്നിട്ട് പറഞ്ഞില്ലേ, മുഹമ്മദേ സല്ലല്ലാഹു അലൈഹി വസല്ലം പുതിയ ഒരു ആശയവുമായി നിങ്ങൾ കടന്നു വന്നത്. നിങ്ങൾ കടന്നു വരാനുള്ള കാരണം അധികാരത്തിന് വേണ്ടിയാണോ? അധികാരത്തിന് വേണ്ടിയാണെങ്കിൽ അധികാരം ഞങ്ങൾ തരാം. പെണ്ണിന് വേണ്ടിയാണോ? പെണ്ണ് തരാം. ഇനി അതല്ല, നിങ്ങൾക്ക് മാനസിക രോഗമാണോ? മാനസിക രോഗമാണെങ്കിൽ ആ മാനസിക രോഗത്തിൽ നിങ്ങൾ നല്ല ഡോക്ടറെ കൊണ്ട് ചികിത്സിപ്പിക്കാം. അവിടെ ഓഫർ ചെയ്യുകയാണ്, എന്ത് വേണമെങ്കിലും തരാമെന്ന് പറഞ്ഞപ്പോ മഹാനായ മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു
അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, എന്റെ ഒരു കയ്യിൽ അതേ സൂര്യനെയും മറ്റൊരു കയ്യിൽ ചന്ദ്രനെയും തന്നാൽ പോലും എനിക്കതൊന്നും വേണ്ട. എനിക്ക് വേണ്ടത് എന്റെ പ്രിയപ്പെട്ട റബ്ബിനെയാണ്. അല്ലാഹു അഹദ് അല്ലാഹു സ്വമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. സുബ്ഹാനല്ലാഹ്. അല്ലാഹ് എന്ന ചിന്തയല്ലാതെ ഒരു അടിമക്കുണ്ടാവുകയില്ല സഹോദരങ്ങളെ. ആ അല്ലാഹു നമ്മളെ ഇഷ്ടപ്പെടലോടുകൂടി ലോകത്തുള്ള ആളുകൾ ഇഷ്ടപ്പെട്ടാൽ നമ്മൾ രക്ഷപ്പെട്ടു. അല്ലാഹു നമ്മളെ ഇഷ്ടപ്പെട്ടാൽ നമ്മൾ രക്ഷപ്പെട്ടു. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. വല്ലദീന ആമനൂ അശദ്ദു ഹുബ്ബൻ ലില്ലാഹ്. അശദ്ദു ഹുബ്ബൻ ലില്ലാഹ്. ശക്തമായ സ്നേഹം അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലാഹു നമ്മൾ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാല് അല്ലാഹു സുബ്ഹാനഹു വ തആല ജിബ്രീലിനെ വിളിച്ചിട്ട് പറയാണ്, ജിബ്രീലേ, ഞാൻ ഇന്ന ആളെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, അതുകൊണ്ട് നിങ്ങളും ഇഷ്ടപ്പെടണേ. മാത്രമല്ല നിങ്ങൾ നിങ്ങളുടെ അതേ വാനലോകത്തുള്ള മുഴുവൻ ആളുകളോടും അനൗൺസ് ചെയ്യണേ. സുബ്ഹാനല്ലാഹ്. അല്ലാഹു ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ജിബ്രീലും അതാ ഇഷ്ടപ്പെടുകയാണ്, വാനലോകത്തുള്ള മുഴുവൻ ആളുകളും ഇഷ്ടപ്പെടുകയാണ്. അതിനുശേഷം അതാ ലോകത്തുള്ള മുഴുവൻ ആളുകളും ഇഷ്ടപ്പെടുകയാണ്. അതിന് പോസ്റ്റർ അടിക്കേണ്ട ആവശ്യമില്ല, പ്രചരണം നടത്തേണ്ട ആവശ്യമില്ല. എത്ര അറിയപ്പെടേണ്ടതെന്ന് വിചാരിച്ചാലും അതേ ലോകം മുഴുവനും അതാ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നു. നമുക്കറിയാമല്ലോ, നമ്മുടെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ഫോട്ടോ ആർക്കെങ്കിലും കാണിച്ചു തരാൻ കഴിയുമോ? ഇല്ലല്ലോ സഹോദരങ്ങളെ. ഇന്ന് ഈ മടവൂര് പൂങ്കാവനത്തിൽ വെച്ചിട്ടും ആ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പേര് നമ്മൾ പറയുന്നു. അതേ ലോകത്തുള്ള മുഴുവൻ സ്ഥലങ്ങളിൽ വെച്ചിട്ടും അതാ ഓരോ നിമിഷവും വിളിച്ചു പറയുന്നു, അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. കാരണം എന്താണ്? അല്ലാഹ് ഇഷ്ടപ്പെട്ടു. അല്ലാഹ് ഇഷ്ടപ്പെട്ടപ്പോൾ അറിയപ്പെടണ്ട എന്ന് വിചാരിച്ചപ്പോഴും അതാ പ്രിയപ്പെട്ടവരെ ലോകമേറ്റെടുക്കുകയാണ്, ലോകം നെഞ്ചോട് ചേർക്കുകയാണ്. ജീവൻ വേണോ നബിയേ? ജീവൻ തരാം. സമ്പത്ത് വേണോ നബിയേ? സമ്പത്ത് തരാം നബിയേ. അള്ളാഹുവിന്റെ ഹബീബിന് വേണ്ടി സർവ്വതും സമർപ്പിക്കുന്ന ഒരു വലിയ ലോകത്തെ അള്ളാഹു കെട്ടിപ്പടുക്കുകയാണ്. അതുപോലെ നമുക്കറിയാമല്ലോ, മഹാനായ ഉവൈസുൽ ഖറനി റഹിമഹുല്ലാഹ്. ആരാണ് പ്രിയപ്പെട്ടവരെ? ഉവൈസുൽ ഖറനി റഹിമഹുല്ലാഹ് ആശിഖുർ റസൂലാണ്, മുഹിബ്ബുർ റസൂലാണ്. അള്ളാഹുവിന്റെ ഹബീബിനെ വല്ലാതെ സ്നേഹിച്ച മഹാനാണ്. ആ മുത്തു റസൂലുള്ളാഹിനെ നമുക്കുമൊന്ന് ഓർക്കാം. രണ്ടു വരി ബുർദ നമുക്ക് ചൊല്ലാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങളൊക്കെ ഒന്ന് മനസ്സറിഞ്ഞ് ചെല്ലണേ. എന്റെ ശബ്ദം കേൾക്കുന്ന ഈ ലോകത്തിന്റെ ഏതെല്ലാം ഭാഗത്തുള്ളവരുണ്ടോ, ദുബൈയിലുള്ളവരുണ്ടോ, ഷാർജയിലുള്ളവരുണ്ടോ, അബൂദബിയിലുള്ളവരുണ്ടോ, മസ്കത്തിലും സൗദിയിലും ബഹ്റൈനിലും അതുപോലെ തന്നെ ഇന്ത്യയുടെ നാലാ ഭാഗത്തുള്ള പല സ്റ്റേറ്റുകളിലുമുള്ള പ്രിയപ്പെട്ട വിശ്വാസികളുണ്ടോ? എല്ലാവരും ഒന്ന് ചെല്ലുമോ? നമ്മുടെ ഹൃദയം മുഴുവനും മദീന. നമ്മൾ മഅ്സൂമികളായ അമ്പിയാക്കളല്ല, മഹ്ഫൂദികളായ ഔലിയാക്കളല്ല, ആഖിർ സമാന്റെ ചപ്പുചണ്ടി ചവറുകളാണ്. ആശയുണ്ട്, വല്ലാതെ ആശയുണ്ട്. അല്ലാഹുവിന്റെ
അള്ളാഹുവിന്റെ വഴിയിലേക്ക് നമുക്ക് യാത്ര ചെയ്യാൻ. ആ യാത്ര ചെയ്യാനുള്ള ഏറ്റവും വലിയ മാർഗം എന്താണ്? ഹബീബിനെ സ്നേഹിക്കലാണ്, ഹബീബിനെ ഇഷ്ടപ്പെടലാണ്. ലൗനാശബത് ഖദ്റഹു ആയാതുഹു ഇളമാ അഹ്യസ്മുഹു ഹീന യൂദ് ഹദാരി സിരി മമി മൗലായ സ്വല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം ലം യംതഹിന്ന ബിമാ തയല്ലു ഖുലൂബിഹി حرصا علينا فلا نرتب ولم نهيم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم محمد سيد الكونين والثقلين والفريقين من عرب ومن عجم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم അല്ലാഹുവേ മടവൂരി പൂങ്കാവനത്തിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങൾക്ക് ഞങ്ങളെ മദീന കാണണം അല്ലാഹ്. റൗളയിൽ പോയി ഒരു 2 റക്അത്ത് ഞങ്ങൾക്ക് മാബൈന ഖബരി വ മിംബരി റൗളത്തും മിൻ റിയാദിൽ ജന്ന മുഹമ്മദ് മുസ്തഫ. എൻ്റെ മിമ്പറിന്റെയും എൻ്റെ ഖബറിന്റെയും ഇടയിലുള്ള സ്ഥലം സ്വർഗ്ഗത്തിന്റെ പൂങ്കാവനമാണ്. ആ പൂങ്കാവനത്തിൽ വെച്ച് 2 റക്അത്ത് നിസ്കരിക്കാനുള്ള തൗഫീഖ് ഞങ്ങൾക്ക് തരണം അല്ലാഹ്. ഹബീബിനെ സന്ദർശിക്കാനുള്ള തൗഫീഖ് ഞങ്ങൾക്ക് തരണം അല്ലാഹ്. ഈ ശബ്ദം കേൾക്കുന്ന മുഴുവൻ മുഅ്മിനീങ്ങൾക്കും മുഅ്മിനാത്തുകൾക്കും തൗഫീഖ് നൽകണം അല്ലാഹ്. ഏതായാലും സഹോദരങ്ങളെ, ആശിഖുർ റസൂലായ ഉവൈസുൽ ഖർനി റഹിമഹുല്ലാഹ് ഹബീബിന് വേണ്ടി ജീവിച്ചവരാണ്. ഹബീബ് എന്ന് പറഞ്ഞാൽ ജീവന്റെ ജീവനാണ്. ഖർനിൽ നിന്ന് മഹാനവറുകളതാ മദീനയിലേക്ക് ഹബീബിനെ കാണാൻ പോയല്ലോ. പ്രത്യേക സാഹചര്യം കൊണ്ട് കാണാൻ കഴിഞ്ഞില്ല, വിശദീകരിക്കാൻ സമയമില്ലാത്തത് കൊണ്ടാണ് ഖർനിലേക്ക് മഹാനവറുകൾ വന്നെങ്കിലോ ഹൃദയം മുഴുവനും മുത്ത് മുഹമ്മദ് മുസ്തഫ അല്ലാഹുവിന്റെ ഹബീബാണ്. ആമിനയുടെ മുത്തുമോനാണ്, അബ്ദുല്ലാന്റെ പുന്നാര പൂമോനാണ്, മദീനയുടെ രാജകുമാരനാണ്. ഹൃദയം നിറയെ മദീനയിൽ നിന്ന് ഏതെങ്കിലും ഒരു സംഘമതാ ഒട്ടകത്തിലൂടെ കടന്നു വരുമ്പോ, ഒട്ടകവും കുതിരയിലൂടെ കടന്നു വരുമ്പോ അവിടുന്ന് ചോദിക്കുന്ന ചോദ്യം എന്താണ്? മുത്ത് നബിയുടെ വിശേഷണം എന്താണ്? എന്റെ ഹബീബിന്റെ അവസ്ഥ എന്തുണ്ട്? നല്ല അവസ്ഥയാണെങ്കിൽ അവിടെ അൽഹംദുലില്ലാ പറയോ. ഒരു പക്ഷേ പ്രിയപ്പെട്ടവരെ എന്തെങ്കിലും പ്രയാസമുണ്ടെന്ന് പറയുമ്പോൾ വല്ലാതെ വിഷമിച്ചു പോകുന്നു ഉവൈസുൽ ഖർനി റഹിമഹുല്ലാ. ഒരു ദിവസം അതാ ഒരു സംഘം കടന്നു വരുമ്പോൾ ആവേശത്തോടെ ചോദിക്കുമ്പോൾ പറഞ്ഞത് ഉഹദിന്റെ വിഷയമാണ്. ഉഹദിൽ ഹബീബായ മുത്ത് നബി തങ്ങൾ പോയപ്പോ അവിടത്തെ പൊന്മുൽ അവിടുന്ന് പല്ലതാ മുൻപല്ലതാ പൊട്ടിയിട്ടുണ്ട് ഉവൈസേ. ഇത് കേട്ടപ്പോ ഉവൈസ് റളിയല്ലാഹു അൻഹുവിനെ സഹിക്കാൻ കഴിഞ്ഞില്ല. മഹാനവറുകളതാ കരയുകയാണ്. അവിടുന്ന് ഒരു കല്ലെടുത്തുകൊണ്ട് തന്റെ പുൻപല്ല് പൊട്ടിച്ചിട്ട് അവിടുന്ന് പറയാണ്, എന്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കില്ലാത്തൊരു പല്ല് എനിക്ക് വേണ്ട എനിക്ക് വേണ്ട ലോകമേ എന്ന്
പറഞ്ഞുകൊണ്ട് ഇശക്കിന്റെ കാഠിന്യം കൊണ്ട് സ്വന്തം പല്ലവിടുന്ന് പൊട്ടിക്കരഞ്ഞ മഹാനായ ഉവൈസുൽ ഖറനി ഇന്നും നമ്മൾ ഇവിടെ വെച്ച് ഓർക്കുകയാണ്. നിങ്ങൾ അറിയുമോ, മഹാനവറുകൾ ആരും അറിയപ്പെടാതെ ജീവിക്കണമെന്ന് ആഗ്രഹിച്ചവരാണ്. ആരും അറിയരുത് അല്ലാഹ് എന്ന ചിന്തയിൽ, ഹബീബായ മുത്തുനബിയുടെ ചിന്തയിൽ കഴിഞ്ഞവരാണ്. മഹാനവറുകളുടെ ജനാസ സംസ്കരണം നടത്തി. ആ ജനാസ സംസ്കരണം നടത്തിയതിനു ശേഷം അതാ നടത്തിയ ആളുകള് പിന്നീട് വന്ന് നോക്കുമ്പോൾ അവിടുന്ന് ആ ഖബർ പോലും കാണാനില്ല, ഖബറിന്റെ അടയാളം പോലും കാണാനില്ല. എന്റെ ഖബർ പോലും ആരും അറിയണ്ടെന്ന് അവിടുന്ന് പ്രിയപ്പെട്ടവരെ നിയ്യത്ത് ചെയ്ത് ജീവിച്ച ഉവൈസുൽ ഖർനി എന്ന് പറയുന്ന മഹാനെ ഈ മടവൂര് വെച്ച് നമ്മളിപ്പോ പേര് പറയുന്നു. കാലങ്ങൾ എത്രയായി, വർഷങ്ങൾ എത്രയായി. കാരണം എന്താണെന്നറിയുമോ? അള്ളാഹു അവരെ ഇഷ്ടപ്പെട്ടു, അള്ളാഹു അവരെ സ്നേഹിച്ചു പോയി. ജിബ്രീൽ അവിടുന്ന് പ്രഖ്യാപിച്ചു പോയി, ലോകം ഏറ്റെടുത്തു പോയി. സഹോദരങ്ങളെ, അനസ്യൂദം ഇൻഷാ അല്ലാഹ് ഈ അവിടത്തെ കുറിച്ചുള്ള മദ്ഹ് പറയൽ ഖിയാമത്ത് നാൾ വരെ നടക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല. അപ്പോൾ നമുക്ക് വേണ്ടത് എന്താണ്? അള്ളാഹു നമ്മളെ ഇഷ്ടപ്പെടലാണ്, അള്ളാഹു നമ്മളെ സ്നേഹിക്കലാണ്. അള്ളാഹു സ്നേഹിച്ചവരാണ് അള്ളാഹുവിന്റെ ഔലിയാക്കന്മാര് കേട്ടോ. ഔലിയാക്കൾ എന്ന് പറഞ്ഞാൽ അള്ളാഹു വല്ലാതെ ഇഷ്ടപ്പെട്ടവരാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല മഹാന്മാരായ ഔലിയാക്കളുടെ ബർക്കത്ത് കൊണ്ട് നമ്മുടെ എല്ലാ വിഷമങ്ങളും തീർത്ത് നല്ലൊരു ജീവിതം അള്ളാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ.